അപ്പോൾ ഈ കേരളത്തിലെ കാര്യം നോക്കി ഇത്രയും വർഷമായിട്ട് രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നു. ഏതാണ് കുറച്ചെങ്കിലും ഭേദം എന്ന് BJP അധ്യക്ഷന് തോന്നുന്നത്? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സോറി ടു സേ, അത് അങ്ങനെ ഞാൻ ആരെയും പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്ന വ്യക്തിയല്ല. പക്ഷേ രണ്ടും ഫെയിൽഡ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ്, രണ്ടും. ഇത് മാർക്സിസം എന്ന് പറഞ്ഞ ഐഡിയോളജി ചൈനയിലും USSRലും തോറ്റ ഐഡിയോളജിയാണ്. ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യൂബയായി ആണ്, വെനസ്വേലയിലായിരുന്നു, ഇന്ന് കേരളത്തിൽ. ക്യൂബന്റെ സ്ഥിതി എല്ലാവർക്കും അറിയാലോ. വെനസ്വേലന്റെ സ്ഥിതി ആ മാർക്സിസം എന്ന് പറഞ്ഞ് സോഷ്യലിസം പറഞ്ഞിട്ട് ഡിക്റ്റേറ്റർ ആയിരുന്നു. അപ്പോൾ കേരളത്തിൽ ഈ മാർക്സിസവും ഫ്രെഡറിക് എംഗൽസും കാൾ മാർക്സിന്റെ യൂട്ടോപ്പിയ എല്ലാം അതൊരു പണ്ട് കാലത്ത് നമ്മളെല്ലാവരും സ്റ്റുഡൻ്റ് ആവുന്ന കാലത്ത് പഠിച്ച് ഒരു യൂട്ടോപ്പിയനെ കുറിച്ചൊരു സ്വപ്നം കാണുന്നതല്ലാണ്ട് പ്രാക്ടിക്കൽ വേൾഡ് ഞാൻ എപ്പോഴും ഒരു പ്രോബിന് എനിക്ക് ഓർമ്മ വരും. വെൻ യു ആർ എ യങ് ചൈൽഡ് ഓർ എ ടീനേജർ യു ആർ എ കമ്മ്യൂണിസ്റ്റ്. പിന്നെ വളർന്നു വന്ന് വീടുണ്ടാക്കണം, കുടുംബത്തിന് നോക്കണം, ശമ്പളം നമുക്ക് കിട്ടണം, കാശ് സമ്പാദിക്കണം എന്ന് ആ റിയൽ ലൈഫിൽ വരുമ്പോഴാണ് അതെല്ലാം മാറ്റി വെച്ച് പ്രോബ്ലം വരുമ്പോൾ, ചാലഞ്ചസ് വരുമ്പോൾ അതൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ മാർക്സിസം എല്ലാം പോകുന്നത്. അപ്പോൾ മാർക്സിസം ഒരു ഡെഡ് ഐഡിയ.